എത്രത്തോളം കൊടിമരം ഒന്ന് ചേട്ടൻ വഴി ഒരു അമ്പലത്തിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ നിലവിൽ? ഒരു 25 കൊടിമരം. 25ഓളം കൊടിമരം അല്ലേ? ഇത്തവണ നമ്മുടെ ഈ ഒരു കൊടിമരത്തിന്റെ പ്രത്യേകത ഉള്ളത് രണ്ടെണ്ണമാണ്, ഇരട്ട കൊടിമരമാണ് അല്ലേ? ഒരു അമ്പലത്തിൽ തന്നെ മഹാവിഷ്ണുവിനും മഹാദേവിക്കുമുള്ള ഒരു അമ്പലത്തിലോട്ട് തന്നെ രണ്ട്. അത് ഇരട്ട കൊടിമരമാണ് കേട്ടോ. അത് നമ്മുടെ ഹലോ, അധികം ആരും കാണാത്ത ഒരു ഇൻട്രസ്റ്റിംഗ് കണ്ടന്റുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വരവ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കൊടിമര ഘോഷയാത്രയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ കമന്റ് അടിച്ചു, ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇതുകൊണ്ടൊരു കാഴ്ച കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കമന്റ് അടിച്ചായിരുന്നു. അപ്പം ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കൊരു പുതിയ കണ്ടന്റ്, അതായത് ഇത്ര നാൾ നമ്മൾ കണ്ടത് ഒരു കൊടിമരം കൊണ്ടുള്ള ഘോഷയാത്രയാണെങ്കിൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇരട്ട കൊടിമരത്തിൻ്റെ ഒരു അടിപൊളി ഘോഷയാത്രയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആദ്യത്തെ ഒരു കൊടിമരം വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അത് ഞാൻ കാണിക്കാം, വണ്ടിയെ കൊണ്ട് റെഡിയാക്കി ഉണ്ട്. പക്ഷേ നമ്മൾ രണ്ടാമത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ വലിപ്പമുള്ള ഒരു മരം മുറിക്കുന്ന വീഡിയോയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ആ വീഡിയോ ആണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. പുനലൂർ അഷ്ടമംഗലം ശ്രീ മഹാവിഷ്ണുവിനും ശ്രീ ഭഗവതിക്കുമായി ഒരുക്കപ്പെട്ടിരിക്കുന്ന കൊടിമരം മുറിക്കുന്നത് മുതലുള്ള കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവരെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അഷ്ടമംഗലം ക്ഷേത്രത്തിലേക്ക് 2 കൊടിമരമാണ് അവർ പ്രതിഷ്ഠയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ പാലായ്ക്കടുത്ത് കുറിഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും വെട്ടിക്കൊണ്ടുവന്ന ഒരു തേക്കുമരമാണ് നമ്മൾ നേരത്തെ കണ്ട വണ്ടിയിൽ നമ്മൾ കണ്ടത്. അപ്പം ഇനി രണ്ടാമത്തെ കൊടിമരം അവർ എവിടെ നിന്ന് മുറിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലെ പാല ചേർപ്പങ്കലടുത്തുള്ള ചെമ്പിളാവ് എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമമുണ്ട്. അപ്പം അവിടെ നിന്നുമാണ് രണ്ടാമത്തെ കൊടിമരം പ്രതിഷ്ഠയ്ക്കായി അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചെമ്പിളാവ് ഭാഗത്തു നിന്നും കൊടിമരമായി തിരഞ്ഞെടുക്കപ്പെട്ട തേക്കുമരം മുറിക്കുന്നതിന് മുമ്പുള്ള പൂജകളും കർമ്മങ്ങളും ഒക്കെ നടക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊടിമരമായി മാറാൻ പോകുന്ന തേക്ക് വൃക്ഷം മുറിക്കുന്നതിന് മുമ്പ് നടത്തപ്പെടുന്ന ഈ പൂജയുടെ ഏതാനും ചില ഭാഗങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് കാണാം. അതിനുശേഷം ഒരു കൊടിമരം എന്താണെന്നും ഒരു കൊടിമരത്തിന്റെ പ്രസക്തി എന്താണെന്നും അല്ലെങ്കിൽ പ്രാധാന്യം എന്താണെന്നുമൊക്കെ വിശദമായി പറഞ്ഞുകൊണ്ട് ഈ മേഖലയിൽ വളരെയേറെ അറിവും പാണ്ഡിത്യവുമുള്ള രാജഗോപാലൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ നമ്മളോട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ പൂജകളൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഒന്ന് കടന്നു പോകാം. അങ്ങനെ പൂജകളൊക്കെ ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഉളിയും കുട്ടുകൊടിയും ആശാരിക്ക് കൈമാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിവിടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം മണിയേട്ടനാണ് കേട്ടോ. നമസ്കാരം. അപ്പം നമ്മൾ കൊടിമരം വെട്ടുന്ന ഈ ഒരു കാഴ്ച, അത് ഇന്ന് വളരെ വ്യത്യസ്തമായൊരു കൊടിമരം ആ കാഴ്ച ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് ഇരട്ട കൊടിമരമാണ് അല്ലേ? ഇന്ന് രാവിലെ ഒരു കൊടിമരം മുറിച്ചു, അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, മണിയേട്ടന്റെ സാന്നിധ്യം. ബാക്കിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓമനത്തോടെ വിളിക്കാം മണിയേട്ടൻ അല്ലേ? ഓക്കെ. അപ്പൊ അവിടെ ആ കൊടിമരം മുറി എല്ലാം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ കൊടിമരത്തെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് അറിയണം എന്ന് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പം ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഇതിന്റെ ബാക്കി വീഡിയോസ് ഇടാവോ, അല്ലെ കുറച്ച് വിശദീകരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു കൊടിമരം ഒരു അമ്പലത്തിന്റെ മുഖമുദ്രയാണ് അല്ലേ? അപ്പം ആ കൊടിമരത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാമോ? ഭഗവാന്റെ നട്ടലായിട്ടാണ് ഈ കൊടിമരം എന്നുള്ള ഭാഷ മാറ്റണം. ആദ്യം ധ്വജം എന്ന് വാക്കണം. ധ്വജം പ്രതിഷ്ഠയാണ് നടക്കാൻ പോണത്. അപ്പൊ ഭഗവാന്റെ നട്ടലായിട്ടാണ് ഈ ധ്വജത്തിന് നമ്മൾ സങ്കല്പിക്കുന്നത്. ശരി. അപ്പൊ നമ്മൾ ക്ഷേത്രത്തിലേക്ക് ഒരു ധ്വജം വേണമെന്ന് ധ്വജം വേണമെന്ന് നാട്ടുകൂട്ടങ്ങൾ തീരുമാനിച്ചാൽ നമ്മൾ ആദ്യം പോയി നമ്മൾ തന്ത്രിയെ കാണുക, തന്ത്രിയുടെ അനുവാദം മേടിക്കുക. അപ്പോൾ തന്ത്രി സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെ കാണേണ്ടത് ക്ഷേത്രത്തിലെ സമിതിയെ കൊണ്ടുവരണം. ഇതിന്റെ അളവും കാര്യങ്ങളും കൃത്യമായിട്ട് എടുക്കണം. പ്രവേശന ദ്വാരത്തിൻ്റെ 7.5 ഇരട്ടി, 8.5 ഇരട്ടി, 9.5 ഇരട്ടി, 11.5 ഇരട്ടി, 18.5, 21.5 എന്നുള്ള അളവിലാണ് ഈ ധ്വജത്തിൻ്റെ ഉയരം കണക്കാക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടി തീരുമാനിച്ച കമ്മിറ്റിക്കാരും എല്ലാം കൂടി പോയിട്ട് ധ്വജത്തിന് അന്വേഷണം. ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് ധ്വജത്തിനെ കണ്ടുപിടിക്കുക. ഇതിൽ 3 വൃക്ഷങ്ങൾ നമുക്കെടുക്കാം. ചന്ദനം എടുക്കാം, ദേവദാരു എടുക്കാം. ഇത് രണ്ടും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കിട്ടാൻ സാധ്യത കുറവാണ്. പിന്നെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഏറ്റവും നല്ല തേക്കാണ്. തേക്കിനെ നമ്മൾ ധ്വജത്തിനെ കണ്ടുപിടിച്ചാൽ ആ പേര് മാറ്റുക. സംസ്കൃതത്തിൽ തേക്കിന് അർണം എന്നാണ് വാക്ക്. അർണവൃക്ഷം.
അപ്പം നമ്മളിത് വെട്ടിക്കൊണ്ടുപോകുമ്പോൾ അർണവൃക്ഷ ഘോഷയാത്ര, ധ്വജപ്രതിഷ്ഠയ്ക്കുള്ള അർണവൃക്ഷ ഘോഷയാത്ര എന്നാക്കണത്. അപ്പോൾ ഇതിന് പവിത്രത കണ്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മളിതിനെപ്പറ്റി അന്വേഷിക്കാൻ തേക്കിൽ മൂന്ന് നോക്കാം. മരങ്ങളിലെല്ലാത്തിലും ആണുണ്ട്, പെണ്ണുണ്ട്, ആണും പെണ്ണും അല്ലാത്ത നപുംസകങ്ങളുണ്ട്. അത് കണ്ടുപിടിക്കണം. അപ്പോൾ ക്ഷേത്രത്തിലെ പണികൾക്കും വീടുകളിലെ പണിക്കും നമുക്ക് ആണിനെയും പെണ്ണിനെ എടുക്കാം, നപുംസകത്തിനെ എടുക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാം? നപുംസകമായിട്ടുള്ള വൃക്ഷം ആദ്യം ഞാൻ ആണിനെ പറയാം. ആണിങ്ങനെ വന്ന് കട ഇങ്ങനെ വിരിഞ്ഞിട്ട് അങ്ങോട്ട് നോക്കുന്നുണ്ടോ? അതെ, അതെ, കറക്റ്റാണ്. പിന്നെ അടക്കാരം തെങ്ങിലെ ഒരേ ലെവലാണ്, അങ്ങോട്ട് നോക്കും. ഒരേ വിരിഞ്ഞ അടക്കാരം ഒരേ ലെവലിൽ. നപുംസകം മരത്തിന്മ അവിടെ ഇവിടെയൊക്കെ മുഴയുണ്ടാവും. അതായത് ഇങ്ങനത്തെ മുഴകൾ മരം നിറച്ചിട്ടുണ്ട്, ഭയങ്കര ആടായിരിക്കും. അതിനെ വീട് പണിക്ക് പോലും എടുക്കരുത്. നപുംസകമാണത്, ഭയങ്കര ആടാണ്. അത് ശരി. ആ മരത്തിനെ നമ്മൾ ഉപേക്ഷിക്കണം. പിന്നെ രണ്ടാമത്തെ ലക്ഷണം മരം കണ്ടു കഴിഞ്ഞാൽ കഴുകൻ്റെ കൂടിൻ്റെ തേക്കെടുക്കരുത്, അതിന്റെ കൂടുള്ളതോ? കൂടുതലെടുക്കരുത്, പൂമൻ്റെ കൂടിൻ്റെ എടുക്കരുത്. പിന്നെ ഇതിൻ്റെ എന്താണ് ഈ നമ്മൾ തച്ചൻകോഴി എന്നൊക്കെ പറയില്ലേ, തച്ചൻകോഴി, അത് കാലൻകോഴി എന്ന് പറയില്ലേ, ഈ തച്ചൻകോഴി കാലൻകോഴിയുടെ കൂടെടുക്കും. ഇതെല്ലാം ശവന്തീനികളാണ്, അവരുടെ കൂടിൻ്റെ എടുക്കരുത്. ഇന്ന് താഴത്തേക്ക് നോക്കുക. താഴത്തേക്ക് നോക്കുമ്പോൾ പാമ്പിൻ്റെ പുറ്റിൻ്റെ ആ മരം എടുക്കരുത്. പട്ടി ഓളിയിടുകയാണെങ്കിൽ ആ മരം എടുക്കരുത്. മാർജാരൻ പൂച്ച കിടന്ന് കടിപിടി ഉണ്ടാക്കുന്ന ഒച്ച കിട്ടണ മരം എടുക്കരുത്. അടുത്ത പ്രദേശത്ത് അങ്ങനെ കൊച്ചിൻ്റെ എന്താ പറയുക ഭയപ്പെട്ടുള്ള ഒച്ച കേൾക്കുകയാണെങ്കിൽ ആ മരം എടുക്കരുത്. പോവുക, പോയിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞ് പിന്നെയും വരിക, പിന്നെ ആ ലക്ഷണം കഴിഞ്ഞാൽ ആ മരം വേണ്ടെന്ന് വെച്ചേക്കും അല്ലേ. അപ്പോൾ ഇതെല്ലാം മൊത്ത് ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ള മരം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കമ്മിറ്റിക്കാർ നമ്മുടെ ഉടനെ തന്നെ ഇത് പണിയാനുള്ള സബതി ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം സാധാരണക്കാരൻ കൊടിമരം പണിത് ധ്വജം പണിത് പോരാൻ പറ്റില്ല. അദ്ദേഹം കൂടി വന്നിട്ട് ഇതിന് നമുക്ക് ഡ്രോയിങ് തന്ന, അതായത് സബതി, അവരും കൂടി വന്ന് മരമെല്ലാം നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഉത്തമ സ്ഥാനത്താണ് നിൽക്കണതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ധ്വജം നമ്മൾ ഉടമസ്ഥനോട് വില പറഞ്ഞ് മേടിക്കുകയാണ്. ഉടമസ്ഥനോട് വില പറഞ്ഞ് മേടിച്ചു കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ അകത്തുനിന്ന് പൂജിച്ചൊരു പട്ടും ഒരു മാലയും ആ കൊടിമരത്തുമ്പോൾ കൊണ്ട് കെട്ടുകയാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥന നടത്തും. യക്ഷഗന്ധർവ കിന്നരന്മാരും പക്ഷികളും മറ്റും മൃഗങ്ങളും മരഞ്ചാടികളും കണ്ണിന് കാണുന്നതും കാണാത്തതുമായ ഏതെങ്കിലും ജീവജാലങ്ങളെയും മരത്തിൽ അധിവസിച്ചിട്ടുണ്ട് എങ്കിൽ ഈ മരം നമ്മൾ ഇന്ന ക്ഷേത്രത്തിലേക്ക് കണ്ടിരിക്കുകയാണ് ധ്വജപ്രതിഷ്ഠയ്ക്ക്. അതുകൊണ്ട് എല്ലാവരും ഇതും വിട്ട് മറ്റു വാസ്തലത്തേക്ക് മാറിപ്പോകണമെന്ന് ഭഗവത് നാമത്തിൽ അപേക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പ്രതിഷ്ഠം വെച്ച് പോരുകയാണ്. അപ്പോൾ അതിലവർക്ക് മാറാൻ സമയം കൊടുക്കണം. ഒരു വീടായാലും നമുക്ക് മാറാൻ, വാടക വീടായാലും മാറാൻ സമയം തരും. അപ്പോൾ അവർ മാറിക്കൊള്ളും. അവർ മാറുമ്പോൾ അവരെ പ്രീതിപ്പെടുത്താനായിട്ട് നമ്മൾ പൂജാവിധികൾ തന്ത്രിമുഖ്യൻ്റെ നേതൃത്വത്തിലോ തന്ത്രിമുഖ്യൻ നിശ്ചയിക്കുന്ന വ്യക്തിയോ വന്ന് പൂജ നടത്തി മരത്തിനോട് അനുവാദം മേടിക്കുകയാണ്. അതാണ് അടുത്ത ചടങ്ങ്. പിന്നത്തെ ചടങ്ങെന്ന് വെച്ചാൽ അത് കഴിഞ്ഞാൽ സബതി അതിന് ഉളികൊത്തുകയാണ്. ഉളികൊത്തുക എന്ന് വെച്ചാൽ ഈ മരത്തിൻ്റെ കിഴക്ക് ഭാഗം എവിടെയാണോ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ആ മരത്തിന് ദിശ മാർക്ക് ചെയ്ത് ഒരു ആരം ഇട്ട് കൊടുക്കും. സബതി പണിയണേനനുസരിച്ച് ഈ മാർക്കിംഗ് അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഈ ധ്വജം അല്ലെങ്കിൽ ഈ തേക്ക് വൃക്ഷം എങ്ങനെയാണോ ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ കിഴക്ക് ഭാഗം എന്താണോ അതായിരിക്കണം ക്ഷേത്രത്തിൽ നാട്ടുന്നത്. തിരിഞ്ഞു പോകരുത്, ദിശ പോകാൻ പാടില്ല. അപ്പോൾ അതാണ് അവിടെ കൊണ്ട് നാട്ടുന്നത്. നമ്മൾ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ കൊണ്ട് കൊടിമരം നടുകയാണ്. അതിനുള്ള ജീവനാംശങ്ങളും പൂജകളും കാര്യങ്ങളും ചെയ്ത് ആ മരത്തിനെ നമുക്ക് വീണ്ടും, ഇപ്പം മരം മുറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. വീണ്ടും തന്ത്രി പൂജ ചെയ്ത് വീണ്ടും അതിനെ ധ്വജരൂപത്തിലാക്കി അതിന് ജീവനാംശം കൊടുക്കുകയാണ്. അതാണ് കൊടിമരം മറ്റുള്ളവർ വന്ന് തുടരുത് എന്ന് പറയുന്നത്. അതിലൊക്കെ ഒരു ചട്ടങ്ങും ചിട്ടവട്ടങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ പുരാണ കാരണവന്മാരും എന്താ പറയുക നമ്മുടെ ഉപനിഷത്തുക്കളും മറ്റുള്ള ഇതിലൊക്കെ എഴുതി വച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് കഴിഞ്ഞാൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സബതി അത് പണിത് ആദ്യം അതിൻ്റെ തൊലി പൊളിച്ച് കളയും. പൊളിച്ച് കഴിഞ്ഞാൽ പച്ചക്കർപ്പൂരവും മഞ്ഞൾപ്പൊടിയും കൂടി പനിനീരി കുഴച്ച് നമ്മൾ പുരട്ടും. വേഗം മരം ഉണങ്ങി കിട്ടണം, മറ്റ് കീടങ്ങൾ പ്രവേശിക്കരുത്. മഞ്ഞൾപ്പൊടിൻ്റെ ഒരു കീടം പ്രവേശിക്കില്ല. ഇനി നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത വല്ല കീടം ഉണ്ടായെങ്കിൽ കണ്ണിന് കാണാൻ പറ്റാത്ത അതൊക്കെ പൊക്കോളും. ആ മരത്തിന് അവിടെ ഇട്ടിട്ട് 1 മാസം കഴിയുമ്പോൾ 1 ലെയറും കൂടി ചെത്തിക്കളയുവാണ്. 1 ലെയർ ചതുരടിക്കും, അവിടെ ഇട്ടേക്കും. കാരണം ഇത് ഉള്ളു തണുപ്പാണ്, വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. ഇതങ്ങോട്ട് വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് വളയാണ്ട് പണിയണവനാണ് സബതി. സാധാരണക്കാരന് പണിയാൻ പറ്റില്ല, നോക്കി പണിയണം. അതങ്ങനെ പണിത് ഏതാണ്ട് ഒരു 6 മാസം കൊണ്ട് പണിത് അതിൻ്റെ നാളം 8 വട്ടം ധ്വജം
വീരകാണ്ഡ മരം പണിയാണത്. പണിത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ 32 കൂട്ടം മരുന്നിട്ട് 36 കൂട്ടം മരുന്നിട്ട് 12 കൂട്ടം കഷായങ്ങളിട്ട് ആദ്യം കഷായം തിളപ്പിച്ച് മാറ്റും. 12 കൂട്ടം ചൂർണ്ണങ്ങളിട്ട് ചൂർണ്ണങ്ങൾ എടുത്തിട്ടും 12 കൂട്ടം സൂക്ഷ്മജലങ്ങൾ എടുക്കും. കഷായത്തിന് ഒരു പാട്ട എണ്ണയ്ക്ക് 1.5 ലിറ്റർ കഷായം വെച്ചുകൊണ്ട് കയറ്റുകയാണ്. അതങ്ങോട്ട് തിളച്ച് ഏതാണ്ട് വെച്ച് വരുമ്പോൾ മരുന്ന് 12 കൂട്ടം ചൂർണ്ണങ്ങൾ, ആ ചൂർണ്ണങ്ങളെടുത്ത് ഇതിനെ നമ്മൾ വേവിച്ച് വരുമ്പോൾ ഈ ചൂർണ്ണം മലർ എടുത്തിട്ട് മണൽ പരുവാകും. ഒരു ഒച്ച കിടക്കണുണ്ടോ, ആ പരുവത്തിലാക്കി എടുക്കും. ആ പരുവത്തിലാക്കി എടുത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ വാങ്ങാൻ നേരത്ത് 12 കൂട്ടം സൂക്ഷിച്ച് അകില ഊത്ത് ചന്ദനം മുതലായ സാധനങ്ങൾ അത് വളരെ നൈസായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ മുക്കിപ്പൊടി നൈസായിരിക്കും. അതിലേക്ക് എടുത്ത് മാറ്റുകയാണ് അങ്ങോട്ട് 6 നമ്മൾ ടിന്നിലേക്ക് മാറ്റുകയാണ്. അതിപ്പോൾ എണ്ണയുടെ മരത്തിൻ്റെ തോതനുസരിച്ച് 50 അടി മരമാണ് എങ്കിൽ ഒരു 70 ലിറ്റർ 75 ലിറ്റർ എണ്ണ, ശുദ്ധമായുള്ള എണ്ണ ആയിരിക്കും കാച്ചെടുക്കുക. അതിനുശേഷം തോണി നമ്മൾ ഉണ്ടാക്കണം. കൊടിമരം പറയും തോണി അമ്മയുടെ ഗർഭപാത്രം, എണ്ണ അമ്മയുടെ വയറ്റിലെ പ്ലാസ. അങ്ങനെയാണ് നമ്മുടെ കൊടിമരം ധ്വജം കുഞ്ഞ് ഇതിനെ സങ്കല്പിച്ച് തന്ത്രി അതിൻ്റെ അകത്തേക്ക് കീഴുകയാണ്. പ്രാധാന്യത്തോടെയാണ്. കാരണം ഈ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ മുഹൂർത്തം നോക്കേണ്ട ഒരു പുത്രോത്പാദനമാണ് നടക്കുന്നത്. ശരിക്കാണെങ്കിൽ 277 ദിവസം, അതായത് 9 മാസവും 7 ദിവസവും എണ്ണത്തോണി കിടക്കണം എന്നാണ് വിധി. കാരണം ഒരു ഗർഭസ്ഥാനം എന്ന് പറഞ്ഞാൽ 10 മാസം എന്ന് പറയും. ഡേറ്റ് ടു ഡേറ്റ് നോക്കുകയാണെങ്കിൽ 9 മാസം 7 ദിവസമാണ്. അതിനുശേഷം കുഞ്ഞപ്പോണെ പ്രസവിക്കാം. അതിന് മുമ്പ് എടുത്താൽ പ്രീമെച്ചൂർഡ് ആയിരിക്കും. എടുക്കരുതെന്നാണ് എൻ്റെ ഒരു പ്രേഴ്സ്. ഇപ്പം എല്ലാവരും ധൃതി പിടിച്ച് 6 മാസം കൊണ്ടൊക്കെ ഈ കമ്മിറ്റി തീരുമ്പോഴേക്കും പ്രതിഷ്ഠിക്കുന്ന വാശിയൊക്കെ വരികയാണെങ്കിൽ അത് ചെയ്യരുതെന്നാണ് എൻ്റെ അപേക്ഷ. കാരണം 38ാമത്തെ കുടിമരമാണ് ഞാനിത് വെട്ടണത്. 38ാമത്തെ കേരളത്തിനും പുറത്തും തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും സിംഗപ്പൂർ വരെ എൻ്റെ കൊടിമരം കിടപ്പുണ്ട്. സിംഗപ്പൂർ ശബരിമല തന്ത്രി തന്നെയാണ് എൻ്റെ ചടങ്ങ്. അത് എണ്ണത്തോണി കയറ്റിയിട്ട് വന്നേക്കാണ് ആഗസ്റ്റിലാണ്. അപ്പോൾ ഇത്രയും കൊടിമരങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. ഇതൊന്നും യാതൊരു പ്രതിഫലവും ഞാൻ മേടിച്ചില്ല. ഞാൻ ചെയ്ത കൊടിമരത്തിൻ്റെ എല്ലാം എൻ്റെ പേരിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ സകല ക്ഷേത്രങ്ങളെയും കാണാം. ഒരാളിരുന്ന് യാതൊരു പ്രതിഫലം ഞാൻ മേടിക്കില്ല. അവസാനം ഒരു 8 രൂപ കോയിൻ മേടിക്കും, അതെൻ്റെ പ്രതിഫലം. അല്ലെങ്കിൽ ഭഗവാനും ഞാൻ ഇവിടെ കടക്കാരനാവും. അതിനാണ് ഞാൻ മേടിക്കുന്നത്. യാതൊരു രൂപ കോയി ഞാനൊരു മരത്തിൻ്റെ ഒന്നും ഞാൻ ഇവിടുന്ന് എനിക്ക് രണ്ട് മക്കള് നല്ല നിലയിൽ ജോലി ചെയ്യണം. 10,000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കും. ഒരു പൈസ ഒരാളുടെ 4 സജിയോടോ അല്ലെ വേനാറ്റോണ്ടൻ രാജൻ ജോൺസൺ ഇവരോടൊക്കെയാണ് ഞാൻ മരം എടുക്കുന്നത്. മണിച്ചേട്ടൻ എന്തെങ്കിലും കൊടുക്കുക അവരാരും പറയും മണിച്ചേട്ടൻ മേടിക്കില്ല. ഞാൻ ആദ്യം പറഞ്ഞ മണിച്ചേട്ടൻ എന്ന് പറഞ്ഞു. മണിച്ചേട്ടൻ്റെ യഥാർത്ഥ പേരോട് നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ ശരിയായ പേര് രാജഗോപാൽ മേനോൻ എന്നാണ്. എൻ്റെ വീട് വൈപ്പിൻകരയിൽ ഇളങ്ങുന്നപ്പുഴ എന്ന് പറയും. ഇളങ്ങുന്നപ്പുഴ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രൊസഷൻ കൊണ്ടും കൂടിയാണ് ഞാൻ. മർച്ചൻ്റ് നേവി റിട്ടയറാണ്. ഈ 70ാമത്തെ വയസ്സിലും ഇപ്പോഴും ആരോഗ്യത്തോടെ ജോലി ചെയ്യണം. ഞാൻ എടപ്പള്ളി നവഭാരത് എന്നൊരു കമ്പനിയിൽ ISROൻ്റെ വർക്കെടുത്ത് ചെയ്യുന്ന കമ്പനിയാണ്. ഞാൻ മിഷനിസ്റ്റാണ്. ജീവിതത്തിൽ അപൂർവമായി കിട്ടുന്നതാണ് കൊടിമര പ്രതിഷ്ഠ. പോയി കാണണം. എന്നാൽ കൊടിമര പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഞാൻ അമ്പലത്തിൻ്റെ വാഹനത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുന്ന അതേ 5 മിനിറ്റ് ചടങ്ങേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കൊടിമര പ്രതിഷ്ഠ കഴിഞ്ഞു. എണ്ണത്തോണിയും നമ്മൾ എടുക്കുകയാണ്. 9 മാസത്തിന് 1 മാസം മുമ്പ് നമ്മൾ ആദ്യമേ എടുക്കുകയാണ്. എടുത്ത് അതിൻ്റെ മുകളിൽ ഇത് വയ്ക്കും. അപ്പോൾ ആ എണ്ണയെല്ലാം വാർന്നു പോകാനായിട്ട് നമ്മൾ സമ്മതിക്കും. ആ എണ്ണ നമ്മൾ ഔഷധ തൈലമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കണം. അതിനുശേഷം ക്ഷേത്രനടയിൽ സപതി വന്നത് സ്ഥലം നിർണയിച്ചു കഴിഞ്ഞാൽ ആധാരശില സ്ഥാപിക്കണം. അതിന് തന്ത്രി വേണം, മുഹൂർത്തം വേണം. അത് ആധാരശില സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആധാരശിലയുടെ മുകളിൽ വെച്ചിട്ട് കൊടിമരം നമ്മൾ നാട്ടുകയാണ്, ധ്വജം നാട്ടുകയാണ്. ചാരുകല്ല് വയ്ക്കും. 4 വശം ചാരുകല്ല് വെച്ച് ചെമ്പ് കമ്പിയിട്ട് കെട്ടുകയാണ്. അതിനുശേഷം ആദ്യം നമ്മൾ കോളം മാർക്കുന്നുണ്ട്. ഈ ചെമ്പ് കമ്പി ചാരുകല്ലിനപ്പുറം ചെങ്കല്ലിട്ട് കെട്ടും. ചെങ്കല്ലിൻ്റെ അപ്പുറം കോൺക്രീറ്റ്. അപ്പോൾ ഒരു കാലത്ത് ഒരു പ്രശ്നം വന്നാൽ ഈ കോളവും തകർത്ത് കോൺക്രീറ്റും തകർത്ത് ചെങ്കല്ലും തകർത്ത് ചാരുകല്ലും തകർത്ത് നാളത്തുമ്പോൾ ചെമ്പ് പൊതിയൊന്നുണ്ട്. ആ ചെമ്പും കൂടി പൊതിഞ്ഞ ശേഷം മരത്തിലേക്ക് ഈർപ്പം വരാവുള്ളൂ. പിന്നെ അത്രയും സെക്യൂരിറ്റി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം. പിന്നെ ഒരു സമയത്ത് കൊടിമരം വിളിക്കുന്ന ചെങ്കല്ലും കൂടി മാറ്റി കഴിഞ്ഞാൽ അത് കൊടിമരം കൂടുന്ന അങ്ങോട്ട് പോവുകയും ചെയ്യും. പ്രശ്നങ്ങൾ ആ പരിപാടി ചെയ്തു. അത് കഴിഞ്ഞിട്ട് കൊടിമരം നമ്മൾ ആധാരശിലയായിട്ട് സ്ഥാപിക്കുന്ന 4 വശത്തേക്ക് നമ്മൾ വലിച്ചു കെട്ടി അതെല്ലാം തൂക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തിനുള്ളിൽ അത് ക്യൂറിങ് ആയി. അതിനുശേഷം ഇതിൻ്റെ പണിയുടെ ചെമ്പ് പണിയുടെ ആൾക്കാർ കോൺട്രാക്ട് എടുത്തേക്കണവർ ആരാന്ന് വെച്ചാൽ അവർ സുരേഷാണ് എടുത്തേക്കണേ. എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ പഞ്ചവർഗത്തറയുടെ മുകളിൽ വേദികയുടെ മുകളിൽ അധോപുലകപത്മം, ഊർധ്വമുഖപത്മം, അഷ്ടദിഗ്ബാലർ, 8 ദിശയിലേക്കിട്ട് നമ്മുടെ ഭൂമി 8 ബാലരാണ് പാലിക്കുന്നത്. കിഴക്കോട്ട് നോക്കുമ്പോൾ ഇന്ദ്രൻ, അവിടെ നോക്കുമ്പോൾ അഗ്നി, ഇവിടെ നോക്കുമ്പോൾ യമൻ,
ആ മുതൽ നിയതി, പടിഞ്ഞാറ് വരുണൻ, ആ തെക്ക് വടക്കേ മൂലയിൽ വായു, അപ്പുറത്ത് കുബേരൻ, ഇവിടെ ഈശാനൻ. അങ്ങനെ 8 പേരെയും കൂടി പ്രതിഷ്ഠിച്ച് പറ വെണ്ട നിറക്കുകയാണ്. അതിനുശേഷം ലശൂനം, കുംഭം, കൊടിക്കൈപ്പറ, വീരകാണ്ഡത്തിൻ്റെ തലേ ദിവസം, പ്രതിഷ്ഠയുടെ തലേ ദിവസം നമ്മുടെ വാഹനത്തിന് ജലാധിവാസം ചെയ്യണം. ഭഗവാന്റെ വാഹനമാണത്. 24 മണിക്കൂർ ജലത്തിലിടുകയാണത്. അവിടുന്ന് ഉയർത്തിയിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നത്. പിന്നെ ഭഗവാന്റെ വാഹനത്തിന് ഉറക്കാൻ പാടില്ല. ഒരു ക്ഷേത്രത്തിൽ കൊടിമരത്തിലെ പ്രതിഷ്ഠ കണ്ട അപ്പം അറിയാം കൊടിമരത്തിൻ്റെ മുകളിലുള്ള ധ്വജത്തിൻ്റെ മുകളിലുള്ള ഇത് കണ്ടാൽ അകത്തെ പ്രതിഷ്ഠ തന്നെയാണ്. വിഷ്ണുവിനാണെങ്കിൽ ഗരുഡൻ, അയ്യപ്പനാണെങ്കിൽ കുതിര, ഗണപതിക്കാണെങ്കിൽ എലി, പിന്നെ ദേവിക്കാണെങ്കിൽ ശക്തി രൂപേണ വ്യത്യാസം, വേതാളവും വരും, സിംഹവും വരും. ശിവനാണെങ്കിൽ കാള. ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൊടിമരം പ്രതിഷ്ഠ കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ക്ഷേത്രം അടച്ചാലും കൊടിമരം കണ്ട് പ്രാർത്ഥിച്ചാൽ 4-1 പവർ അതിൻ്റെ മുകളിലുണ്ട്. ഭഗവാന്റെ ചൈതന്യത്തിൻ്റെ 4-1 എപ്പോഴും കൊടിമരത്തിൻ്റെ മുകളിലുണ്ടാവും. അതാണ് കൊടിമരപ്പെട്ട്. അത് കഴിഞ്ഞാൽ തന്ത്രിക്ക് വന്നു കഴിഞ്ഞാൽ തന്ത്രി അപ്പോൾ നമ്മൾ സ്കഫോൾഡിങ് ആയിട്ടും തന്ത്രിക്ക് ചടങ്ങ് നടത്താനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം സ്കഫോൾഡിങ് എല്ലാം മാറ്റി അവിടെ തന്ത്രി ഒരു കൊടിക്കുറ കയറിയിട്ടുണ്ടാവും. അതിനെ ഇറക്കി വീണ്ടും കൊടി കയറി നമ്മൾ കൊടിമര പ്രതിഷ്ഠാമഹോത്സവം, അത് നമ്മുടെ കപ്പാസിറ്റി മാറി. അതായത് ആഘോഷം എന്തോരം മണിയാക്കും. ഇത്രയും നമുക്ക് ചെയ്യുന്നൊരു ധ്വജപ്രതിഷ്ഠ ജീവിതത്തിൽ അപൂർവമായിട്ട് കിട്ടുന്ന ചടങ്ങാണ്. കാണാതിരിക്കരുത്. കാരണം അപൂർവമായിട്ട് കിട്ടുള്ളൂ. മുജമ്മ സുഹൃത്തുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാനൊരു കൊടിമര പ്രതിഷ്ഠയുടെ അല്ല, ഒരു ധ്വജം വെട്ടിമാറ്റുന്ന അല്ലെങ്കിൽ ഒരു കൊടിമരം ഒരുക്കുന്ന ഒരു വീഡിയോ നേരത്തെ ഇട്ടിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു. അപ്പോൾ ഈ ഒരു വളരെ നല്ല രീതിയിൽ വിവരിച്ച്, കാരണം ഒരു കൊടിമരത്തിന്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങളുണ്ട് നമുക്കറിയില്ല. പകുതി നല്ല ഒരു ഒട്ടുമിക്ക ആൾക്കാർക്ക് തന്നെ അറിയത്തില്ല ഇത്രയും കണ്ടമാനം പേരുടെ പ്രയത്നമാണ്. തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ എന്റെ വീഡിയോക്ക് തന്നെ ഒരുപാട് ആൾക്കാർ കമന്റ് അടിച്ചു, ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് പോസ്റ്റ് ചെയ്യാമോ, അല്ലെങ്കിൽ കുറച്ചുകൂടി വിശദീകരിച്ച് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇത്രയും വിശദീകരണം തന്നതിന് ഒത്തിരി നന്ദിയുണ്ട് നമ്മുടെ സ്വന്തം മണിയേട്ടനോട് കേട്ടോ. അപ്പം ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ കൊടിമരമായി മാറാനുള്ള തേക്ക് മരം മുറിക്കുന്നതിന് മുമ്പുള്ള പൂജകളും കാര്യങ്ങളുമെല്ലാം ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തേക്ക് മരത്തിന് മുകളിലെ ശിഖരങ്ങളെല്ലാം വെട്ടി താഴെ ഇറക്കുക എന്നുള്ളതാണ്. അപ്പം അതിനായി ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ സൈച്ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം തന്നെയാണ്. കേരളത്തിൻ്റെ അകത്തും പുറത്തുമായി ഒരുപാട് ക്ഷേത്രങ്ങളിലേക്ക് കൊടിമരം എത്തിച്ചു കൊടുത്ത് തഴക്കവും പഴക്കവും ചെന്ന ഒരു ആൾ തന്നെയാണ് കേട്ടോ സൈച്ചേട്ടൻ.
നമ്മളോട് ഇപ്പോൾ ഉള്ളത് സൈച്ചേട്ടനാണ് കേട്ടോ. അപ്പോൾ സൈച്ചേട്ടനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രധാനപ്പെട്ട കൈ അല്ലെ? സൈച്ചേട്ടൻ കൈയാണ്. അപ്പോൾ സൈച്ചേട്ടനാണ് നമ്മൾ ഈ കൊടിമരം ഇവിടെ ഇവർക്ക് എടുത്തു കൊടുത്തത് അല്ലെ? അമ്പലത്തിന്റെ പേര് അഷ്ടമംഗലം മഹാവിഷ്ണു മഹാദേവി ക്ഷേത്രം. അത് അച്ഛനാണല്ലേ? അച്ഛന്റെ പേര് രാഘവൻ ചേട്ടൻ. ഓക്കെ ഓക്കെ. പയ്യനാ അല്ലേ? സജിൻ. ഓക്കെ. അപ്പൊ ചേട്ടൻ നമ്മൾ ഈ എത്ര വർഷത്തോളമായിട്ട് ഈ ഒരു ഫീൽഡിൽ ചേട്ടന്? ഞാനൊരു 5-6 വർഷമായുള്ള ഈ ഫീൽഡിൽ വർഷമായിട്ടുണ്ട്. പക്ഷെ സജീവമാണ്. അതാണ്. അപ്പം എത്രത്തോളം കൊടിമരം ഒന്ന് ചേട്ടൻ വഴി ഒരു അമ്പലത്തിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ നിലവിൽ? ഒരു 25 കൊടിമരം. 25ഓളം കൊടിമരം അല്ലെ? ഇത്തവണ നമ്മൾ ഈ ഒരു കൊടിമരത്തിന്റെ പ്രത്യേകത ഉള്ളത് 2 ഇരട്ട കൊടിമരമാണ് അല്ലെ? ഒരു അമ്പലത്തിൽ തന്നെ മഹാവിഷ്ണുവിനും മഹാദേവിക്കുമുള്ള ഒരു അമ്പലത്തിലോട്ട് തന്നെ 2. അത് ഇരട്ട കൊടിമരമാണ് കേട്ടോ. അത് നമ്മുടെ സൈച്ചേട്ടൻ വഴിയാണ്. ഇതിനു മുമ്പ് ഒരു ഇരട്ട കൊടിമരം കൊടുത്തതാ. ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്. പല്ലന. അത് ശരി. പല്ലന പോക്രി ദേവി മഹാദേവി ക്ഷേത്രം. അതെവിടെ സ്ഥലം? എവിടെയാ അത് പല്ലന. പല്ലന. ഓക്കെ. അടുത്ത സ്ഥലം ഉണ്ടല്ലോ? അതുകൊണ്ടുണ്ട്. അതെവിടെയെന്ന് പറഞ്ഞാൽ? അത് ഇവിടെ പാറത്തോട്. അപ്പൊ അങ്ങനെ ഒരുപാട് കൊടിമരങ്ങളൊക്കെ സൈച്ചേട്ടൻ വഴിയായിട്ട് ഇങ്ങനെ അല്ലെ ഓരോ അമ്പലത്തിലോട്ടും പോകുന്നുണ്ട്. അപ്പം 5 വർഷത്തോളമായിട്ട് ഇപ്പൊ ഈ 2 വർഷമായിട്ട് ഇത്ര ആക്റ്റീവായിട്ടുണ്ട്. ഇനി മുതൽ അങ്ങോട്ട് ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലെ? അമ്പലമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലൊക്കെ ഇതുകൊണ്ട് വിഗ്രഹം കൊത്താനുള്ള പ്ലാന്തടി ഞാൻ കണ്ടെത്തി. അത് ശരി. 150 ഇഞ്ച് വണ്ണമുള്ള പ്ലാന്തടി വരിക്കപ്ലാവ് കൊണ്ടുള്ള ദാരുശില്പം കൊത്താനുള്ള കേരളം ഒട്ടുക്ക് തിരഞ്ഞു നടന്നിട്ട് കിട്ടായിരുന്ന സാധനം എൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്. അത് ഇതുകൊണ്ട് ആലുവ തുടരാന്ന് പറ്റി അല്ലേ? ആലുഭാഗത്തുള്ള അമ്പലത്തിലോട്ടല്ലേ? ആലുവയില്. അത് ശരി. നമ്മുടെ മൊത്തമില്ലേ? ബ്രില്യന്റിന്റെ മാനേജർ. ഓക്കെ. അപ്പൊ എന്തായാലും ഇനിയിപ്പം അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടാത്തതും കിട്ടുന്നതുമായ സാധനങ്ങൾ എന്നാ വേണമല്ലോ അല്ലെ? കൊടിമരം ഇഷ്ടം പോലെ സൈച്ചേട്ടൻ കയ്യിലുണ്ട് കേട്ടോ. അപ്പൊ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നമ്പർ ചൂടെ കൊടുത്തേക്കാം, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം, നമ്പർ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ 70 അടി നീളമുള്ള കൊടിമരം വരെ ഇന്നിപ്പോ ഇവിടെ വിട്ടത് എത്രയാ? 60 അടി നീളം. 60 അടി നീളം. വണ്ണം സെന്റർ 60 ഇഞ്ച്, 68 ഇഞ്ച് വണ്ണം. 68 ഇഞ്ച്. ചൂട് 86 ഇഞ്ച് വണ്ണം. ചൂട് 86 ഇഞ്ച് വണ്ണം ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ എത്ര വലിപ്പമുള്ള കൊടുത്തിരിക്കുന്ന നിലവിൽ ചേട്ടൻ കൊടുത്തിരിക്കുന്നത്? ഇപ്പം 60 അടിയിലാണ് ഇപ്പൊ ഏറ്റവും നീളം കൂടി കൊടുത്തേക്കാം. അത് നിങ്ങൾ കണ്ടു, അത്യാവശ്യം നല്ല പൊക്കമുണ്ട്, നല്ല ഉയരമുണ്ട്. ഇതുവരെ വെട്ടി ഇറക്കിയിട്ടില്ല. ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് പിടിച്ചോണ്ട് പോകുന്നതാ. ചേട്ടനൊക്കെ പിടിച്ചോണ്ട് പോകുന്നതാ. ചേട്ടാ അപ്പൊ സുഖമായിട്ടിരിക്കുന്നല്ലേ? അപ്പം ചേട്ടന് ഈ തടി മേഖലയായിട്ട് ബന്ധം ഉണ്ടായിരുന്നു നേരത്തെ? ഇല്ല. സൈച്ചേട്ടൻ വഴിയെ തുടങ്ങി വെച്ചൊരു പ്രസ്ഥാനമാണ്. നമ്മളെ മുൻപരിചയം ഒന്നുമില്ല. പക്ഷെ എന്നാലും ഈ മേഖലയിൽ ആക്റ്റീവ് ആണ് അല്ലേ? ഇപ്പൊ കേരളത്തിലും പുറത്തും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ എന്റെ കയ്യിൽ നിന്ന് തടി പോകുന്നുണ്ടല്ലേ? ഒരുപാട് പോകുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും കൊടിമരമോ അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ തന്നെ ദാരുശില്പം അപ്പൊ അങ്ങനെ ആവശ്യമുള്ള എന്ത് തടികളും കാര്യങ്ങളും വേണമെങ്കിൽ നമ്മുടെ സൈച്ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പം ചേട്ടാ എല്ലാവിധ ആശംസകളും കേട്ടോ. ഓക്കെ. ശിഖരങ്ങളൊക്കെ ഇറക്കുന്ന പണികൾ അങ്ങനെ തകൃതിയായി നടക്കുന്ന സമയത്താണ് മറ്റൊരു അത്ഭുതം തോന്നുന്ന ഒരു കാഴ്ച നമ്മളെ തേടിയെത്തിയത് കേട്ടോ. ആകാശത്തോടെ ഒരു പരുന്ത് ഈ കൊടിമരത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് സൈച്ചേട്ടോട് സംസാരിച്ചപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് അദ്ദേഹത്തിന് ആദ്യത്തെ അനുഭവമായിരുന്നില്ല. കാരണം അദ്ദേഹം തടി വെട്ടുന്ന പല സ്ഥലങ്ങളിലും ഈ കൊടിമരത്തിന് ചുറ്റും, ഈ കൊടിമരമായി മാറാൻ പോകുന്ന ആ വൃക്ഷത്തിന് ചുറ്റും പരുന്ത് വട്ടമിട്ട് പറക്കുന്ന കാഴ്ചകൾ പലതവണ അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതൊരു ആദ്യത്തെ അനുഭവവും അത്ഭുതവും നിറഞ്ഞ ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ശിഖരമുറിക്കൽ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അവസാന ശിഖരവും അദ്ദേഹം താഴേക്ക് മുറിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ക്രെയിനുകളും എത്തിച്ചേർന്നു കേട്ടോ. അപ്പം വൈകുന്നേരം ഏകദേശം സമയം ഇപ്പോൾ ഒരു 5:30 കഴിഞ്ഞു.
പതുക്കെ ഇരുട്ടാകാനൊക്കെ തുടങ്ങി കേട്ടോ. മഴയുടെ ചെറിയ ലക്ഷണം ഉള്ളത് കൊണ്ട് തന്നെ വെട്ടമൊക്കെ ഒന്ന് കുറഞ്ഞു. മഴയൊന്ന് തോളിയായിരുന്നു, പക്ഷേ പെട്ടെന്ന് കുഴപ്പമൊന്നുമില്ല. അത് ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങ് മാറിക്കിട്ടി. അങ്ങനെ 2 ക്രെയിനുകളും കൊടിമരത്തിന് സമീപം എത്തി. ഇനി ചെയ്യാൻ പോകുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊടിമരത്തിൽ റോപ്പ് ടൈറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അതായത് കൊടിമരത്തിൻ്റെ പകുതി ഭാഗത്തു നിന്നും ഒരു ക്രെയിൻ ഉപയോഗിച്ച് ബലമുള്ള റോപ്പ് ടൈറ്റ് ചെയ്യും. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്രെയിൻ ഉപയോഗിച്ച് കൊടിമരത്തിൻ്റെ ചുവട് ഭാഗത്തു നിന്നും ഒരു റോപ്പ് ടൈറ്റ് ചെയ്യും. കാരണം മറ്റൊന്നുമല്ല, മുറിച്ചു മാറ്റിയ കൊടിമരം ഒരു കാരണവശാലും നിലത്ത് സ്പർശിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ തേക്കുമരത്തിന്റെ ചുവട് ഭാഗം മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തേക്കുമരത്തിൻ്റെ ചുവട് ഭാഗം മുറിച്ച് മാറ്റപ്പെട്ട ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ക്രെയിനിൽ ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഇനി അതിനുശേഷം അത് ക്രെയിന് പതുക്കെ താത്ത് ഭൂമിക്ക് സ്ലോപ്പായിട്ട് തന്നെ കിടത്തി അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പം സമയം ഒത്തിരി ലേറ്റായി പോയി കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ച ഇനിയിപ്പം ഒരു ഇരട്ടത്തുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാലും മാക്സിമം നമുക്ക് വെട്ടം കിട്ടുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഈ ഒരു വലിയ തേക്കുമരം വഴിയിൽ കിടക്കുന്ന നമ്മുടെ കണ്ടെയ്നർ ലോറിയിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ചയാണ്. വളരെ റിസ്ക് പിടിച്ചൊരു സംഭവമാണ്. അതായത് വളരെ വലിയ ഒരു മതിലിൻ്റെ മുകളിൽ കൂടെ ഈ ഒരു തേക്കുമരം ഉയർത്തി പൊക്കിയതിന് ശേഷം മാത്രമേ അത് കണ്ടെയ്നർ ലോറിയിലേക്ക് വെക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം അത് ശരിക്കും ഒരു റിസ്കി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ബാക്കി വീഡിയോയിലൂടെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം കേട്ടോ. അങ്ങനെ അവസാനമായി കണ്ടെയ്നർ ലോറിയിൽ 2 കൊടിമരവും വളരെ സേഫ്റ്റിയോടെ റോപ്പ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ആ 2 കൊടിമരങ്ങളും പട്ട് ഉപയോഗിച്ച് റെഡ് കളറും യെല്ലോ കളറിലുള്ള പട്ട് ഉപയോഗിച്ച്
പൊതിഞ്ഞ് വളരെ ഭംഗിയോടെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ ലൈറ്റ് പോയതുകൊണ്ട്, രാത്രി ആയതുകൊണ്ട് നമുക്ക് ആ ഒരു കാഴ്ച വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. മറ്റൊരു കിട്ടുന്ന വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.